ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളുടെ ചാനലായ റിയ റിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞങ്ങൾ സായാഹ്നം ചെലവഴിച്ചത് കുന്തിപ്പുഴയുടെ തീരത്താണ്. അതിൻ്റെ ഏതാനും ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയുടെ ഒരു കൈവഴിയാണ് തൂതപ്പുഴ കുന്തിപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴയുടെ ഒരു പ്രധാന പോഷക നദിയായ കുന്തിപ്പുഴ. ഈ പ്രദേശത്തിന്റെ മലയാളത്തിലെ പേര് സൈരന്ധ്രിവനം എന്നായിരുന്നു. പാണ്ഡവരുടെ വനവാസ കാലവുമായിട്ടാണ് ഈ പേരിനു ബന്ധം. പാണ്ഡവരും പത്നി ദ്രൗപദിയും ഇവിടെ പുഴക്കരയിലുള്ള ഗുഹയിൽ തങ്ങിയിരുന്നു എന്നാണ് ഇതിന്റെ കഥ. പുഴയുടെ ഇരുകരയിലും കുന്തിരിക്ക വൃക്ഷങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. കുന്തിരിക്കപ്പുഴ എന്നത് ലോപിച്ചാണ് കുന്തിപ്പുഴ എന്ന് പേര് വന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഏകദേശം 60 കിലോമീറ്റർ നീളമാണ് ഈ പുഴയ്ക്കുള്ളത്. കാഞ്ഞിരപ്പുഴ, അമ്പൻകടവ്, തുപ്പനാടുപുഴ എന്നീ പുഴകൾ ചേർന്നാണ് രൂപമെടുക്കുന്നത്. പാലക്കാട്ടിലെയും കരിമ്പുഴ മലപ്പുറം ജില്ലയിലെയും കൂടി ഒഴുകുന്ന മാവുണ്ടിരിപ്പുഴ, തൂതപ്പുഴ എന്നീ പേരുകളിൽ കുന്തിപ്പുഴ പള്ളിപ്പുറം ഗ്രാമത്തിനു 2 കിലോമീറ്റർ അകലെ കരിയന്നൂരിൽ വെച്ച് ഭാരതപ്പുഴയിൽ ലയിക്കുന്നു. തുടക്കത്തിൽ ഇത് സൈലന്റ് വാലി നാഷണൽ പാർക്കിലെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലൂടെയും പർവ്വത പ്രദേശങ്ങളിലൂടെയും ഒഴുകുന്നു. പാലക്കാട് സമതലങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അവിടെ കുമരമ്പത്തൂര്, കരിമ്പുഴ, ശ്രീകൃഷ്ണപുരം, വെള്ളിനേഴി, തച്ചനാട്ടുകര, ആലിപ്പറമ്പ്, മറയമംഗലം, ഏലംകുളം, പുലാമന്തൂൾ, മൂർക്കനാട്, വീലത്തൂർ, കൊടുമുടി, കുന്തിപ്പുഴ നദി പിന്നീട് ഭാരതപ്പുഴ നദിയുമായി ഇരുമ്പിലയം എന്ന സ്ഥലത്ത് കരിയന്നൂരിലെ നിളയിൽ വെച്ച് ലയിക്കുന്നു. പുഴ മഴക്കാടുകളെ 2 ഭാഗമായി തിരിച്ചുകൊണ്ടാണ് ഒഴുകുന്നത്. പുഴയുടെ കിഴക്കേ കരയിൽ 2 കിലോമീറ്ററും പടിഞ്ഞാറേ കരയിൽ 5 കിലോമീറ്ററുമാണ് വനഭൂമി. സൈലന്റ് വാലി ദേശീയോദ്യാനം. താഴ്വരയുടെ കിഴക്കൻ ചെരുവിൽ നിന്നുത്ഭവിക്കുന്ന കുന്തൻ ചോലപ്പുഴ, കരിങ്ങാത്തോട്, മദ്രിമാരൻ തോട്, വലിയ പാറത്തോട്, കുമ്മന്തൻ തോട് എന്നീ ചോലകൾ പുഴയെ പുഷ്ടിപ്പെടുത്തുന്നു. 12 കിലോമീറ്ററോളം പുഴയുടെ തീരം കുത്തനെ ചെരിഞ്ഞാണ് പോകുന്നത്. 1861 മീറ്റർ മുതൽ 900 മീറ്റർ വരെ പുഴമ്പള്ളം ചായുന്നു. അവസാനത്തെ 8 കിലോമീറ്റർ 69 മീറ്ററോളം ചെരിഞ്ഞാണ് കിടക്കുന്നത്. 1857 ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് വൈറ്റ് സൈലന്റ് വാലിയിലെത്തുന്നത്. സീവീഡുകളുടെ ചിലപ്പിന്റെ അസാന്നിധ്യം ശ്രദ്ധിച്ച വൈറ്റ് താഴ്വരയ്ക്കു സൈലന്റ് വാലി എന്ന് പേര് കൊടുത്തു. 1985 അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുന്നത്. വൈദ്യുതി ബോർഡിന്റെ ജലവൈദ്യുതി പദ്ധതിക്കുള്ള നീക്കങ്ങൾക്കെതിരെ നടന്ന ജനകീയ സമരങ്ങൾ ചരിത്രമാണ്. പുഴയെ അണക്കെട്ടി ഒരു ഡാം പോലെ നിലനിർത്തിക്കൊണ്ട് അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. ആ പദ്ധതികൾ പല പരിസ്ഥിതി സ്നേഹികളുടെ എതിർപ്പ് മൂലം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. കുന്തിരിനെല്ലിന്റെ ചോറും കുന്തിപ്പുഴയിലെ വെള്ളവും നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണെന്ന് പഴമക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മനുഷ്യസ്പർശമേക്കാതെ ഒഴുകി വരുന്ന ഈ പുഴക്ക് നല്ല ഔഷധ ഗുണമുണ്ടെന്നാണ് കേട്ടുകേൾവി. ഓരോ പ്രദേശത്തെയും പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ കുന്തിപ്പുഴയുടെ തീരത്താണ് നടക്കുന്നത്. പുകഴ്പറ്റ മാമകം നടന്നത് നീളനദിയുടെ തീരത്താണ്. നദിയുടെ പ്രധാന കൈവഴിയാണ് കുന്തിപ്പുഴ എന്നത് മഹാഭാരത കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വനവാസ കാലത്ത് പഞ്ചപാണ്ഡവരും അവരുടെ മാതാവായിട്ടുള്ള കുന്തി ദേവിയും ഈ കുന്തിപ്പുഴയുടെ പാത്രക്കടവ് എന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു എന്നും അവിടെ ഭക്ഷണം പാകം ചെയ്ത് ആ പാത്രം കമഴ്ത്തി വെച്ച് വെള്ളം ഇറ്റി വീഴുന്നതിന്റെ ശബ്ദം ഇപ്പോഴും രാത്രി കാലങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചാൽ കേൾക്കാമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു മഹാഭാരത കഥ കുന്തിപ്പുഴയുടെ മേൽ നിലനിൽക്കുന്നുണ്ട്. കുന്തിപ്പുഴ നദി 15 കിലോമീറ്റർ നീളമുള്ള ഒരു വറ്റാത്ത നദിയാണ്. ഇത് സംസ്ഥാനത്തിന്റെ ഹൃദയഭാഗത്ത് കൂടി ഒഴുകുന്നു. നിത്യഹരിത മഴക്കാടുകളിലൂടെ ഒഴുകുന്ന സ്ഫടിക തുല്യ വെള്ളത്തിന് പേരുകേട്ടതാണിത്. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിന്റെ 15 കിലോമീറ്റർ നീളത്തിൽ വടക്ക് നിന്ന് തെക്ക് വരെ ഒഴുകുന്നു. മഹാഭാരതത്തിലെ പാണ്ഡവരുടെ അമ്മയായ കുന്തിയുടെ പേരിലാണ് ഈ നദി അറിയപ്പെടുന്നത്. കേരളത്തിൽ അവശേഷിക്കുന്ന അവസാനത്തെ ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളിലൊന്നായ സൈലന്റ് വാലിയെ ഇടതൂർന്നതും തടസ്സമില്ലാത്തതുമായ വനങ്ങൾക്ക് ഈ നദി ഒരു സുപ്രധാന ജീവദായകമായി പ്രവർത്തിക്കുന്നു. ഇത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തെ ഒരു ഇടുങ്ങിയ കിഴക്കൻ മേഖല 2 കിലോമീറ്ററും വിശാലമായ പടിഞ്ഞാറൻ മേഖല 5 കിലോമീറ്ററുമായി വിഭജിക്കുന്നു. ഈ നദിയെ ചിലപ്പോൾ പ്രാദേശികമായി തൂതപ്പുഴ എന്നും വിളിക്കാറുണ്ട്. ശാന്തവുമായ ഒഴുക്കിന് പേരുകേട്ട ഇത് സൈലന്റ് വാലിയുടെ പാരിസ്ഥിതിക ഹോട്ട്സ്പോട്ടിലെ ഒരു നിർണായക പ്രകൃതി സവിശേഷതയായി മാറുന്നു. കുന്തിപ്പുഴയിൽ ഒരു പുരാതനമായ
ശിവക്ഷേത്രമുണ്ട്. ഇതാണ് കുന്തിപ്പുഴ ശിവക്ഷേത്രം. കുന്തിപ്പുഴയുടെ ചരിത്രം വളരെ പഴക്കമുള്ളതാണ്. ഇത് പാണ്ഡവരുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാണ്ഡവർ വനവാസകാലത്ത് ഇവിടെ വന്നതായി വിശ്വസിക്കപ്പെടുന്നു. കുന്തിപ്പുഴ ശിവക്ഷേത്രം ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. ശിവരാത്രി ഉത്സവം വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ്. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. ഈ ഒരു വീഡിയോയുമായിട്ട് ഞാൻ വേഗം വരാം.